നമ്മൾ ഈ മരണങ്ങളുടെ രഹസ്യങ്ങൾ തേടി പോകുമ്പോൾ പലപ്പോഴും ചില വിഷയങ്ങൾ ഒരു തമിഴ്നാട് സ്വദേശിയാണ്. അധികം ഏജ് ഇല്ലാന്ന് എൻ്റെ ഓർമ്മ. ആ സമയത്ത് 20s 30s ആണ് അയാളുടെ ഇത്. ഇച്ചിരി പ്രായം കൂടെ വനിതകളുടെ കൂടെ പോയി താമസിക്കും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ദേഷ്യം വരുമ്പോൾ അവരെ കൊല്ലും. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ റിമാൻഡിലെങ്ങാണ്ട് ഇതേ മനുഷ്യൻ പുറത്തിറങ്ങി പഴയ സ്റ്റേഷനല്ല, അടുത്ത വേറൊരു സ്റ്റേഷൻ പരിധിയിൽ ഇതുപോലെ ഒരുപാട് ദിവസം കഴിഞ്ഞ് അഴുകിയ ശരീരങ്ങൾ കിട്ടുമ്പോൾ അതിൽ നമ്മൾ ഈ ടാറ്റുവിന്റെ ഒക്കെ പ്രത്യേകത, തൊലി ഇളകിപ്പോയാലും ടാറ്റു നമുക്ക് കാണാൻ പറ്റും. പലരും 4 മണി കഴിഞ്ഞാൽ പല പോലീസ് ഉദ്യോഗസ്ഥര് ഫോൺ പോലും വിളിക്കാറില്ല. നമുക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ബോഡികൾക്ക് അരിച്ചാക്കുകളുടെ മണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മരണങ്ങളുടെ രഹസ്യങ്ങൾ തേടി പോകുമ്പോൾ പലപ്പോഴും ചില വിഷയങ്ങൾ ഈ ഇന്നത്തെ കാലത്ത് തന്നെ സീരിയൽ കില്ലർ, കൊല്ലത്തൊരു സീരിയൽ കില്ലർ ഇറങ്ങി എന്ന് പറഞ്ഞുള്ള വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ അത് ഒരാൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്? അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള 2 കേസുണ്ട്. അതിൽ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു തമിഴ്നാട് സ്വദേശിയാണ്. അധികം ഏജ് ഇല്ലാന്ന് എൻ്റെ ഓർമ്മ. ആ സമയത്ത് 20s 30s ആണ് അയാളുടെ ഇത്. അയാൾ പൊതുവേ ഈ ഇച്ചിരി പ്രായം കൂടെ വനിതകളുടെ കൂടെ പോയി താമസിക്കും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ദേഷ്യം വരുമ്പം അവരെ കൊല്ലും. അങ്ങനെ ഒരാൾ ഒരു ലേഡീനെ കൊന്നു, എന്നിട്ട് ജയിലിൽ അറസ്റ്റിലായി. എന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ റിമാൻഡിലെങ്ങാണ്ട് ഇതേ മനുഷ്യൻ പുറത്തിറങ്ങി പഴയ സ്റ്റേഷനല്ല, അടുത്ത വേറൊരു സ്റ്റേഷൻ പരിധിയിൽ ഇതുപോലെ ഇച്ചിരി പ്രായമുള്ള ഒരു ലേഡി ഹസ്ബൻഡും അവരുടെ അടുത്തും പോയി ഇതുപോലെ എന്തോ ഇഷ്യൂ ഉണ്ടായി, 2 പേരെയും കൊന്നു. അപ്പം മൊത്തത്തിൽ അയാളുടെ കൊലപാതകം 3 കേസായി. 3 കേസ് ഞാൻ തന്നെയാണ് ചെയ്തത്. അതിൽ 2 എണ്ണത്തിന് എനിക്ക് തോന്നുന്നു 3ന്റെ ട്രയൽ കഴിഞ്ഞു. 3ന് ജീവപര്യന്തോ കിട്ടിയത്. പക്ഷെ അത് ആ ഒരാൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളൊരു അത് ശരിക്കും പോലീസുകാരുടെ കഴിവ് തന്നെയായിരുന്നു. 2ഉം എന്താ പറയാ, കോസ് ഓഫ് ഡെത്ത് ഡിഫറെന്റ് ആയിരുന്നു. ഒന്ന് സ്ട്രാങ്കുലേഷൻ ആയിരുന്നു, കഴുത്തിൽ കയറിട്ട് മുറുക്കിയതായിരുന്നു. മറ്റു 2ഉം കല്ലല്ല അമ്മിക്കല്ലെടുത്ത് തലയിലടിച്ചതായിരുന്നു. പക്ഷെ 3 പ്രായമായ ആൾക്കാരാണ്. പക്ഷെ ഇയാള് ജയിലിൽ ഇറങ്ങി ഇയാളെ പരിസരത്തൊക്കെ കണ്ട ആൾക്കാരുണ്ട്. അങ്ങനെ ഇയാളെ ട്രേസ് ചെയ്ത് പിടിച്ചപ്പം അയാളെ കൺവിക്ട് ചെയ്തു, സമ്മതിച്ചു. സമ്മതിച്ചു കഴിഞ്ഞിട്ട് 3ന്റെ 2 എണ്ണം ഒരുമിച്ചായിരുന്നു ട്രയല്, വൈഫും ഹസ്ബൻഡും. മറ്റേത് സെപ്പറേറ്റ്. എനിക്കറിയത്തില്ലായിരുന്നു ഇത് ഒരേ പ്രതിയാണെന്ന്. ഞാൻ ഇതിന്റെ ട്രയലിന് കോടതിയിൽ പോയപ്പോഴാണ് ഒരേ ആള് തന്നെ. ആദ്യം 2 കേസിന് പോയപ്പോൾ ഒരാളെ കണ്ടു. പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രയൽ. അപ്പൊ പോയപ്പോഴും സെയിം ആള്. അപ്പോഴും ഞാൻ ചോദിച്ചപ്പോഴാണ് പോലീസ് പറയുന്നത് ഇത് ഒരേ ആള് തന്നെ ജയിലിലിറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് ചെയ്തത്. പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് ഒരാൾ ഈ നമ്മുടെ പാലത്തിന്റെ അടിയിലൊക്കെ കിടക്കുന്ന ഈ യാചകരെ പോലെയുള്ള ആൾക്കാരെ ഉറങ്ങിക്കിടക്കുമ്പം കല്ലോ അങ്ങനത്തെ സാധനങ്ങളുണ്ട് തലക്കടിച്ചു കൊല്ലുക. അങ്ങനെ ഒരാൾ 6 പേരെ ഓളം കൊള്ളുന്നു. പിന്നെ പുള്ളിക്കാരൻ അവസാനം മാനസിക രോഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കേസ് എന്തായെന്ന് അറിയില്ല. അതിൽ 6ൽ 2 എണ്ണം ഞാനാണ് ചെയ്തത്. ബാക്കി ഞങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ പലരായിട്ടാണ് ചെയ്തത്. അത് ചിലപ്പോൾ മേ ബി അയാൾക്ക് മാനസിക രോഗം ആയിരിക്കാം. പക്ഷെ എന്തായാലും 6 പേരെ പുള്ളിക്കാരൻ കൊന്നു. ഇങ്ങനെ ഇത് രാത്രി ഉറങ്ങുന്നവർ, ഈ പാലത്തിന്റെ അടി യാചകര്, അങ്ങനത്തെ ആൾക്കാരെയാണ്. അതായത് അൺനോൺ അല്ലെങ്കിൽ അൺക്ലെയിംഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ പിന്നെ അധികം കേസ് വരില്ല എന്നായിരിക്കും മേ ബി പുള്ളിക്കാരന്റെ ചിന്താഗതി. ഇപ്പോൾ നമ്മളൊരു ക്രൈം സീനിലേക്ക് ചെന്നിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, ഇപ്പോൾ ഒരു ബോഡി കിടക്കുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്? നമ്മൾ ക്രൈം സീന് വളരെ റെയർ ആയിട്ടേ പോകാറുള്ളൂ. ചില സെൻസേഷണൽ കേസോ അല്ലെങ്കിൽ നമ്മൾ പോലീസ് ഉദ്ദേശിക്കുന്ന നല്ല മരണകാരണമെന്ന് നമ്മൾ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ പോവുക. വളരെ റെയർ ആയിട്ടേ ബോഡി ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ പോകാറുള്ളൂ. നമ്മൾ അവിടെ നോക്കുന്നത് ബോഡി കിടക്കുന്ന ബോഡിയോടെ പോവുകയാണെങ്കിൽ ബോഡിയുടെ പൊസിഷൻസ്, പിന്നെ അവിടെ എന്തെങ്കിലും ഒരു എന്താ പറയുക സ്ട്രഗിൾ നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടോ, പിന്നെ ഇഞ്ചുറിയുടെ നമ്മൾ മെയിൻലി പിന്നെ പോവുകയാണെങ്കിൽ നോക്കുന്ന പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ കണ്ട ഇഞ്ചുറിയുടെ പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു സീനിൽ എങ്ങനെയെങ്കിലും വരാൻ സാധ്യതയുണ്ടോ. ഇപ്പം ഇഞ്ചുറി കേസാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇപ്പം ഫോൾ ഫ്രം ഹൈറ്റോ അല്ലെങ്കിൽ ഹൈറ്റിൽ നിന്ന് വീണു, അപ്പം ഇവരുടെ ദേഹത്തുള്ള ഇഞ്ചുറി നമ്മൾ ആ ഹൈറ്റിൽ നിന്ന് എങ്ങനെയൊക്കെ വീണാൽ ഇങ്ങനെയൊക്കെ വരാം. ഇപ്പം ബട്ടക്സ് ഇടിച്ച് വീഴുന്ന പോലെ ആയിരിക്കില്ല മുട്ടിടിച്ച് വീഴും. ഇപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ രീതിയിൽ ചിലപ്പോൾ ബട്ടക്സ് ഇടിച്ച് വീഴുകയാണെങ്കിൽ ചിലപ്പോൾ തൈ ബോൺ 2 ആയിരിക്കും ഫ്രാക്ചർ. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ നോക്കുന്നത് ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ യൂഷ്വലി. ഈ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഒന്നുകിൽ DNA ആയിരിക്കും അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റുകളായിരിക്കും. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? അത് ശരിക്കും നമ്മളല്ല ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഉണ്ട്. അവരാണ് വന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവർ സസ്പെക്റ്റിൻ്റെതുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ടാണ് അവർ അങ്ങനെ ഒരു രീതിയിൽ എത്തുന്നത്. നമുക്ക് ഹോം ഡിപ്പാർട്ട്മെന്റിന് 3 ലാബ് ട്രിവാൻഡ്രത്തുണ്ട്. കെമിക്കൽ എക്സാമിനേഴ്സ് ലാബുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. പിന്നെ ഫോറൻസിക് സയൻസ് ലാബുണ്ട്.
അതിരിക്കുന്ന നമ്മുടെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിലാണ് വഴുതക്കാട്. പിന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റിന്റെ ഒരു ഓഫീസ് പട്ടത്തുണ്ട്. അപ്പം ഇവരാണ് കൂടുതലും നമ്മുടെ എന്താ പറയുക സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് ക്രൈം സീനിൽ പോകുന്നത്. പിന്നെ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബ് പോകാറില്ല. അവർ നോക്കുന്നത് വിഷത്തിൻ്റെയൊക്കെ പരിശോധനയാണ്. നമ്മളിപ്പോൾ പോയിസണിങ് കേസ്, സസ്പെക്റ്റഡ് പോയിസണിങ് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റൊമക്ക് അങ്ങനത്തെ വിസറ ബ്ലഡൊക്കെ നമ്മൾ ഈ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിലാണ് വിടുന്നത്. ഫോറൻസിക് സയൻസ് ലാബിൽ ശരിക്കും ബയോളജി ഡിവിഷൻ, ഫിസിക്സ് ഡിവിഷൻ, കെമിസ്ട്രി ഡിവിഷൻ, അങ്ങനെ എല്ലാ ഡിവിഷനും ഉണ്ട്. NDPS, ബാലിസ്റ്റിക്സ്, മറ്റേ നമ്മുടെ എന്താ പറയുക ഹാൻഡ് റൈറ്റിംഗ് ചെക്കിങ്, സൈബർ ഫോറൻസിക്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അവരാണ് കുറേയൊക്കെ ഈ ക്രൈം സീനിന് പോലീസിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഫോറൻസിക് സയൻസുകാരാണ്. പിന്നെ ഫിംഗർ പ്രിന്റ് അവർ സൈറ്റിൽ പോയി എടുക്കും, അല്ലാണ്ടും എടുക്കാറുണ്ട്. അവരുടെ ബോഡിയിൽ ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിനകത്ത് ശ്രദ്ധിക്കുന്നത്? അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? നമ്മൾ യൂഷ്വലി എക്സ്റ്റേണലി നന്നായിട്ട് നോക്കിയിട്ടാണ്, എക്സ്റ്റേണൽ എക്സാമിനേഷൻ നന്നായിട്ട് നോക്കും. പുറത്തുള്ള ഇഞ്ചുറി, എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ്, പിന്നെ നഖത്തിന്റെ അവസ്ഥ, കണ്ണ്, ചെവി, എല്ലാ ഓർഗൻസും നമ്മൾ നന്നായിട്ട് നോക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻസിഷൻ ഇടുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ ഒരുപാട് ദിവസം കഴിഞ്ഞ് അഴുകിയ ശരീരങ്ങൾ കിട്ടുമ്പോൾ അതിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും അതിന് ബുദ്ധിമുട്ട്? ഡീകമ്പോസ്ഡ് ബോഡി ആണെങ്കിലും നമ്മൾ നന്നായിട്ട് എക്സ്റ്റേണലി പരിശോധിച്ചതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യൂ. ചിലപ്പം പോലീസുകാർക്ക് മിസ്സായിട്ടുണ്ടാവും. ചിലപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ദേഹത്ത് ചിലപ്പോൾ വല്ല ടാറ്റു ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ എക്സ്റ്റേണലി നോക്കുമ്പോഴായിരിക്കും ഈ ടാറ്റുവിൻ്റെയൊക്കെ പ്രത്യേകത, തൊലി ഇളകിപ്പോയാലും ടാറ്റു നമുക്ക് കാണാൻ പറ്റും. അത് വെച്ച് ചിലപ്പോൾ നമുക്ക് അൺനോൺ ആയിട്ട് വന്നത് ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും അഴുകിയ കേസുകൾ വന്നിട്ടുണ്ടോ? അഴുകിയ കേസ് ഒരുപാട് വരാറുണ്ട്. മെയിൻലി വരുന്നത് ഡ്രൗണിങ് കേസസ് ആണ്. വെള്ളത്തിലൊക്കെ പോയി പിന്നെ കിട്ടുമ്പോഴേക്കും നല്ല അഴുകിയിട്ടുണ്ടാവും. അപ്പോൾ അതിലെങ്ങനെയാണ് നമ്മളത് ടെസ്റ്റ് ചെയ്ത് ഇന്ന ആളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്? അത് പോലീസ് മെയിൻലി അവരുടെ ഡ്രസ്സ് വെച്ചിട്ടൊക്കെയാണ് നോക്കുന്നത്. ഇൻ കേസ് അൺനോൺ ആണെങ്കിൽ, അല്ലെങ്കിൽ സംശയമുണ്ട് ഇന്ന ആളാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് DNA സാമ്പിൾ എടുത്ത് വിടും. അപ്പോൾ ഒന്നീ പല്ല് അല്ലെങ്കിൽ ഏതെങ്കിലും ബോണിന്റെ പീസ്, ഒരുപാട് ഡീകമ്പോസ്റ്റ് ആണെങ്കിൽ മസിൽ ചിലപ്പോൾ വിടാറുണ്ട്. എന്നിട്ട് ഇവരുടെ ബന്ധുക്കള്, അവരുടെ എന്താ പറയുക മക്കളോ സഹോദരങ്ങളോ അച്ഛൻ്റെ അമ്മയുടെ ആയിട്ട് നമ്മുടെ ഫോറൻസിക് സയൻസ് ലാബിൽ ബയോളജി വിങ്ങിൽ അവർ DNA അനാലിസ് ചെയ്യും. എന്നിട്ട് കൺഫേം ചെയ്യും. ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്യും DNA വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നവരെ നമ്മുടെ കയ്യിൽ ബോഡി വെച്ചിരിക്കും, നമ്മുടെ ചേംബറിൽ സൂക്ഷിക്കാം. ഐഡന്റിഫൈ ചെയ്തിട്ട് ബോഡി അവർ കൊണ്ടുപോകും. ഇപ്പോൾ പണ്ട് ഞാൻ ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ വന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ അഴുകിയ ശരീരങ്ങൾ എടുക്കുന്നൊരു ചേട്ടൻ, അദ്ദേഹം പറഞ്ഞാണ് ഇത്തരത്തിലുള്ള ബോഡികൾക്ക് അരിച്ചാക്കുകളുടെ മണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരിച്ചാക്കല്ല, ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. ആ സ്മെല്ല് കുറച്ച് നേരം നമ്മുടെ ദേഹത്ത് നിൽക്കുകയും ചെയ്യും. നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു അഡിപ്പോസിയർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് എല്ലാം കൂടെ ഒരു സോപ്പ് പോലെ ഒരു അവസ്ഥയിലാവുന്നതാണ്. അത് വല്ലാത്ത സ്മെല്ലാണ്. ഒരു 3 ദിവസം തൊട്ട് 3 ആഴ്ച വരെ ആകുമ്പോൾ വരാറുണ്ട്. അത് പക്ഷേ അരിച്ചാക്കല്ല, ഒരു വേറൊരു പ്രത്യേക സ്മെല്ലാണ്. അത് നമ്മുടെ മൂക്കിൽ നിന്ന് കുറേ സമയത്തേക്ക് പോകത്തില്ല. നമ്മൾ ചിലപ്പോൾ വീട്ടിലെത്തിയാലും നമുക്ക് ആ സ്മെല്ല് കാണും കേസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളൊരു മാനസികാവസ്ഥ? ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ മരണപ്പെട്ട ശരീരങ്ങൾ കാണും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു നെഗറ്റിവിറ്റി പലപ്പോഴും ഇപ്പോൾ അവരുടെ കഥകളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. ആ മരണപ്പെട്ട ബോഡി കിട്ടുമ്പോൾ അപ്പോൾ അവരെ ക്രൂരമായി കൊന്നതോ അല്ലെങ്കിൽ അവർക്ക് മരണപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളോ ഇതെല്ലാം നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ നാം നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കുട്ടികൾ, ഈ കുട്ടികളുടെ കഥ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രായത്തിൻ്റെ ഇതുകൊണ്ട് അവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചെയ്തികൾ, അപ്പോൾ അത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം ജോലി വേറെ, അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം വേറെ. അതെങ്ങനെയാണ് യൂഷ്വലി കേസുകൾ ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ മനസ്സിൽ നിന്ന് കളയാൻ ശ്രമിക്കാറുണ്ട്. വീട്ടിൽ ചെന്നാൽ നമുക്ക് പിന്നെ അല്ലെങ്കിൽ ഒന്നിന് കോൺസെൻട്രേറ്റ്. കുഞ്ഞുങ്ങളുടെ മാത്രമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കിടക്കും, 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. പക്ഷേ സാധാരണ മർഡർ കേസ് എന്ത് കേസാണെങ്കിലും അവിടെ തന്നെ മോർച്ചറിയിൽ ചിലപ്പം പോലീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വരും, ചിലപ്പോൾ അപ്പം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. പിന്നെ അവർ പലരും 4 മണിക്ക് കഴിഞ്ഞാൽ പല പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ പോലും വിളിക്കാറില്ല. നമുക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മോർച്ചറി വരുമ്പോഴായിരിക്കും വീണ്ടും നമ്മൾ ഈ ഡീറ്റെയിൽ നോട്ടുകളൊക്കെ കയ്യിലെടുക്കുന്നത്. അതുപോലെ ഞാൻ വീട്ടിൽ വെച്ച് അങ്ങനെ ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ ഓർമ്മകൾ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുക. അല്ല, എന്നാലും ആദ്യ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി കാണില്ലേ? ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ, ഞാൻ PG ജോയിൻ ചെയ്യുമ്പം ജഗദീഷ് സാറിൻ്റെ വൈഫായിരുന്നു HOD രമ മാഡം വരുമ്പോഴേ നമ്മളോട് പറയുന്ന കാര്യമാണ് ഇവിടത്തെ ഉള്ളത് ഇവിടെ വെച്ചിട്ട് പോകണം. പിന്നെ ശശീല മാഡം അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ പിന്നെ അങ്ങനെ
മനസ്സിൽ അങ്ങനെ പഠിച്ച് നമ്മളിപ്പോൾ അങ്ങനെ യൂസ് ടു ആയിപ്പോയി. ഇപ്പോൾ കുറച്ചുകൂടെ സെൻസേഷണൽ ആയിട്ടൊരു വിഷയമാണ് ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡി വേദിയിൽ വെച്ച് ഒരു പെൺകുട്ടി ഒരു ഡെഡ് ബോഡി, ഒരു ശരീരത്തെ പറ്റി പറയുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ അപ്പുറത്തൊരു ചെറുപ്പക്കാരൻ ഇതേപോലെ പറഞ്ഞതും വലിയ രീതിയിൽ വിഷയമാകുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒരുപാട് ഡോക്ടർമാർ റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡെഡ് ബോഡിയെ നമ്മൾ നോക്കി കാണേണ്ടത്? നമ്മളൊരു ഡെഡ് ബോഡിയെ ഒരു മനുഷ്യ ശരീരം അങ്ങനെ തന്നെ നോക്കിക്കാണണം. നമ്മളങ്ങനെ വേറെ നെഗറ്റീവോ അങ്ങനത്തെ ചിന്തകൾ, ഇപ്പം നമ്മുടെ തന്നെ MBBS സ്റ്റുഡൻസ് നമുക്ക് കേസ് കാണാൻ വരാറുണ്ട്. അവർ ആ ഒരു റെസ്പെക്ട് ഡെഡ് ബോഡിക്ക് കൊടുക്കാറുണ്ട്. ഡെഡ് ബോഡി എന്തായാലും ഒരു മനുഷ്യനായിരുന്നു, അയാൾ അപ്പം നമ്മുടെ മുന്നിൽ കിടക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി. അപ്പം നമ്മൾ ഒരു സാധാരണ മനുഷ്യന് കൊടുക്കേണ്ട എല്ലാ റെസ്പെക്റ്റും കൊടുക്കണം. നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ വായിൽ നിന്ന് അറിയാതെ പോലും വിടാൻ പാടില്ല. ഇപ്പോൾ പഠിക്കാൻ കൊടുക്കുന്ന ഡെഡ് ബോഡികളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശരീരത്തെ പറ്റിയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ ഈ ഡോക്ടർമാർ ഒത്തിരി രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം? അത് യൂഷ്വലി നമ്മുടെ MBBS വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയർ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അനാട്ടമി എന്ന് പറഞ്ഞ്. അപ്പോഴാണ് കുട്ടികൾ നമ്മുടെ ഡെഡ് ബോഡി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഓരോ ഓർഗൻസ്, ബോൺസ്, നർവ്സ്, ബ്ലഡ് വെസൽസ് എല്ലാം പഠിക്കുന്നത്. അത് ശരിക്കും ചിലപ്പോൾ വോളണ്ടറി ചിലർ കൊടുക്കുന്ന ബോഡി ആയിരിക്കും, ചിലപ്പോൾ അൺനോൺ അല്ലെങ്കിൽ അൺക്ലെയിംഡ് ബോഡിയാണ് അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ കിട്ടുന്നത്. അവരിത് ഫോർമാലിറ്റിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് കുട്ടികൾക്ക് ഡിസെക്ട് ചെയ്യാൻ കൊടുക്കുകയാണ്. ഒരു കുട്ടിക്കല്ല, ഒരു 10-15 കുട്ടികൾ ഒരു ബോഡി കൊടുക്കുക. അതിൽ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ വരുന്ന MBBS വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രൊഫഷനോടുള്ള ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഒരു ഭയം ഫീൽ ചെയ്യും. ചിലപ്പം പേടിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഇവിടെ വരുമ്പം എന്തൊക്കെ ആയിരിക്കും, പിന്നെ ആ ഒരു തലയിറങ്ങി വീഴുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഉണ്ടാവും, പക്ഷെ 1-2 ദിവസം കഴിയുമ്പോൾ അവരങ്ങ് ശരിയായിക്കോളും, അവരങ്ങ് യൂസ് ടു ആകും. പക്ഷെ അവിടെ ഒരു മനുഷ്യ ശരീരത്തിന്റെ ബേസിക് അനാട്ടമി പഠിക്കാനാണ് ഇവർക്ക് ഈ എന്താ പറയുക, കടാവർ എന്നാണ് നമ്മൾ പറയുന്നത്, കടാവറിക് ഡിസെക്ഷൻ ആണ്. ആ ഒരു അനാട്ടമി പഠിക്കാൻ വരുന്ന കുട്ടികൾ അതിനെ വേറൊരു നെഗറ്റീവ് രീതിയിൽ പറഞ്ഞത് വളരെ തെറ്റായിപ്പോയി. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കേസ് സ്റ്റഡി ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മരണപ്പെടുന്ന ദളിത് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. ഇത് പലതും കൊലപാതകങ്ങളാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ദളിത് എന്നല്ല, കാസ്റ്റ് വൈസ് അല്ല, അല്ലാണ്ട് തന്നെ കുട്ടികളുടെ മരണം വളരെ കൂടിയിട്ടുണ്ട്. പിന്നെ അത് കൊലപാതകം എന്ന് പറയാൻ നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്കേ പറയാൻ പറ്റും. ഇപ്പൊ തന്നെ വയനാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള ദളിത് കുട്ടികളുടെ മരണങ്ങൾ കൂടി വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റീസൺസ് എന്തൊക്കെയായിരിക്കാം? മരണം കൂടുതലും ഈ സൂയിസൈഡ് തന്നെയാണ്. അപ്പം അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആത്മഹത്യ പ്രേരണ കുറ്റം ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരുപാട് പ്രേരണകൾ ഈ കാസ്റ്റ് വൈസ് ഉണ്ടെന്നാണ് മീഡിയ പറയുന്നത്. നമുക്ക് അങ്ങനത്തെ കേസസ് അങ്ങനെ വരാറില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ കിട്ടിയാൽ മതി സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പക്ഷെ അത് നമ്മൾ ആലോചിക്കുമ്പോൾ അത് വളരെ സില്ലി കാര്യമായിട്ട് തോന്നും. മേ ബി കുഞ്ഞുങ്ങൾക്ക് അതൊരു താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു സ്ട്രെസ്സാണ്. ഇപ്പോൾ ഈ ഫോറൻസിക് സർജൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഞാനൊക്കെ ഇതിനു മുമ്പോട്ട് കരുതി വെച്ചിരുന്നത് ഇപ്പോൾ ഒരു മർഡർ കേസ് നടക്കുന്നു, അവിടേക്ക് ചെല്ലുന്നു, ഇപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവിടുത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നു, പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, ഇന്ന വ്യക്തിയാണ് എന്ന് നോക്കി കണ്ടെത്തുന്നു, അങ്ങനെ ആ കേസ് തെളിയിക്കാൻ വേണ്ടി വലിയൊരു ഇത് കൊടുക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ നടക്കുന്നത്? ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത് ഒരു മെഡിസിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതായത് നമ്മുടെ അവരുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ജുഡീഷ്യറിയെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ എയ്ഡ് ചെയ്യുക അവരുടെ ക്രൈം ഇൻവെസ്റ്റിഗേഷന്. നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഭാഗമാണ് നമ്മുടെ മോർച്ചറി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത് MBBS വിദ്യാർത്ഥികളുണ്ട്. ഒരു വർഷം 250 കുട്ടികളുണ്ട്. അവരെ നമ്മൾ MBBS പഠിക്കുന്നത്, അവർക്കൊരു സബ്ജക്റ്റാണ് 3rd ഫേസിൽ. പിന്നെ PG വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് പോസ്റ്റ്മോർട്ടം അല്ലാണ്ട് നമുക്ക് വരുന്നത് ചിലപ്പോൾ ഇഞ്ചുറി അല്ലെങ്കിൽ വൂണ്ട് സർട്ടിഫിക്കറ്റ് എഴുതാൻ വേണ്ടി ചിലപ്പോൾ പോലീസ് കൊണ്ടുവരാറുണ്ട്. പിന്നെ ഈ സെക്ഷൽ അസോൾട്ട് കേസസിൽ മറ്റേ പൊട്ടൻസി എക്സാമിനേഷൻ, അതായത് പ്രതിയുടെ പൊട്ടൻസി എക്സാമിനേഷൻ കൊണ്ടുവരാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ ചില സാമ്പിൾസ് ലിവിങ് സബ്ജക്ട്സിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ചില കേസസിൽ നഖം, മുടി, അങ്ങനത്തെ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെടുത്ത് കൊണ്ടുവരാറുണ്ട്. പിന്നെ വരുന്നത് എക്സ്പെർട്ട് ഒപ്പീനിയൻ, ചിലപ്പം ലിവിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഡെഡ് ആയിരിക്കാം. അങ്ങനത്തെ കേസസിൽ എക്സ്പെർട്ട് ഒപ്പീനിയൻ പറയാൻ ചിലപ്പം നമ്മളെ വിളിക്കാറുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ പല ബോർഡുകളിലൊക്കെ വിളിക്കാറുണ്ട്, പല മെഡിക്കൽ ബോർഡ്, നെഗ്ലിജൻസ് പാനൽ, പിന്നെ നമ്മുടെ
എന്താ പറയുക ഓർഗൻ ഡൊണേഷൻ്റെ ഇതിലെല്ലാം മിക്കവാറും കമ്മിറ്റിയിൽ ഞാൻ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗം ഒരു അംഗമാണ്. ഇപ്പോൾ മാം പറഞ്ഞതിനകത്തുള്ളതാണ് ഈ സെക്ഷൽ അസോൾട്ട് കേസുകൾ. ഇന്ന് ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഈ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഒരാളെ ഇപ്പം ഇയാളാണ് പ്രതി എന്നുള്ള രീതിയിലേക്ക് കണ്ടെത്തുന്നത്? അത് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ലിവിങ് ആണെങ്കിലും ഡെഡ് ആണെങ്കിലും വിത്തിൻ ഒരു 7 ഡേയ്സിനുള്ളിൽ അസോൾട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വജൈനയിൽ നിന്ന് സോബ് ആൻഡ് സ്മിയർ എടുത്ത് വിടാറുണ്ട്. വജൈന ആവണമെന്നില്ല, ചിലപ്പോൾ ഏനസ് ആവും. അങ്ങനെ നമ്മൾ സോബ് ആൻഡ് സ്മിയർ എടുത്ത് വിടുമ്പം ഇൻ കേസ് എന്താ പറയുക പോസിറ്റീവായിട്ട് അത് കിട്ടുകയാണെങ്കിൽ സെമൻ അല്ലെങ്കിൽ സ്പെമറ്റോസോവ കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് ലാബുകാരാണ് ചെയ്യുന്നത്, ഫോറൻസിക് സയൻസ് ലാബ്. സസ്പെക്റ്റിൻ്റെ DNA ഇതുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് രണ്ട് DNA ഒന്ന് ചേരുകയാണെങ്കിൽ തന്നെയാണ് പ്രതി. ഇപ്പോൾ ഒരുപാട് പേര് ഇത്തരത്തിൽ റേപ്പ് ചെയ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ കഴിയുന്നത്? കാരണം അത് അത്രത്തോളം വലിയൊരു ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? നമുക്ക് സെക്ഷൽ അസോൾട്ട് സർവൈവർ നമുക്ക് അങ്ങനെ എക്സാമിനേഷൻ വരാറില്ല. ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്താണ് പോകുന്നത്. അപ്പോൾ അവരാണ് ഫിസിക്കൽ ഇഞ്ചുറി, ലോക്കലി എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ, പിന്നെ സോബ് ആൻഡ് സ്മിയർ അവർ തന്നെയാണ് എടുത്തു വരുന്നത്. നമുക്ക് വരുന്നത് ഈ ഡെഡ് ബോഡിയിൽ ചിലപ്പം സസ്പെക്ട് കേസ് കാണും, അല്ലെങ്കിൽ അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്, പ്രേരണ, ചിലപ്പോൾ അതായിരിക്കും റീസൺ ഫോർ സൂയിസൈഡ്. അങ്ങനത്തെ കേസസിൽ നമ്മൾ കുറച്ച് കേസസിൽ പോസിറ്റീവ് കിട്ടി, പിന്നെ സസ്പെക്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് അങ്ങനെ പ്രതിയിലോട്ട് ഈ അബറ്റ്മെന്റ് ആത്മഹത്യ പ്രേരണ കുറ്റത്തിൽ എത്തിയ കേസസ് ഉണ്ട്.